ഹായ് ഹലോ. നോക്കി നമ്മളിവിടെ കുറച്ച് മുളക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ ഫിഷമിന് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ നോക്കി നിറച്ചും പൂക്കളായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത സമയത്ത് അധികം പൂക്കളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം നമുക്ക് പൂക്കളായിട്ടുണ്ട്. നമുക്കിപ്പം ഇന്നത്തെ കറിക്ക് ആവശ്യമുള്ള കുറച്ച് മുളക് നമുക്കിന്ന് എടുക്കാം. അതിന് വേണ്ടിയിട്ട് വന്നതാട്ടോ. അതാ നോക്കി മുളക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാ നോക്കി നന്നായിട്ട് മുളകായിട്ടുണ്ട്. ഇതുപോലെ ഒരു മൂടോ ഒന്നോ രണ്ടോ മൂടോ നമ്മുടെ ഗ്രോ ബാഗിൽ വെച്ചാൽ തന്നെ നമ്മളിവിടെയായിട്ട് എല്ലാം നന്നായിട്ട് മുളക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫിഷമിനോ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ, പിന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ ഫിഷമിനോയും കൂടെ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ നന്നായിട്ട് പൂക്കൾ പിടിക്കും. നമ്മൾ പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടാവശ്യത്തിന് വെക്കുന്ന പച്ചക്കറികളിലൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് ഗ്രോത്ത് കൂടട്ടെ എന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ മാർക്കറ്റിലുള്ള ഒത്തിരി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ ഉണ്ട്. നമ്മളതൊന്നും നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പച്ചക്കറി കൊടുക്കാനാണല്ലോ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു 2 ചുവട് മുളക് വെക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 മൂട് പയർ വെക്കാനും ഒക്കെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിലുള്ള വളങ്ങളൊക്കെ തന്നെ മതി. വേറെ പ്രത്യേകിച്ച് ഒരു വളങ്ങളുടെ ആവശ്യകതയില്ല കേട്ടോ. ഇപ്പം ഇത് തന്നെ നമുക്കൊരു 2-3 ദിവസത്തേക്ക് ഞങ്ങളുടെ 2-3 ദിവസത്തേക്കുള്ള മുളകായിട്ടുണ്ട്. നമ്മളിപ്പോൾ വിളവുള്ളത് മാത്രമേ പറിച്ചിട്ടുള്ളൂ. നോക്കി അപ്പോൾ ഇത്രയും തന്നെ നമുക്ക് 2-3 ദിവസത്തേക്കുള്ള മുളകുണ്ട്. ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള മുളക് ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇനി അടുത്ത ബാച്ചും ഇതുപോലെ നമുക്ക് പറിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ 2-3 ചുവട് നമ്മൾ മുളകും കൂടെ വെച്ച് കൊടുത്താലുണ്ടല്ലോ, നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് ഭയങ്കര വിലയുമാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് നമ്മൾ ഇതെല്ലാം വിഷമടിച്ചിട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നല്ല മുളക് നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്ന നോക്കി എന്തൊരു സന്തോഷമാണെന്നറിയാമോ. നമ്മുടെ വീട്ടിൽ നിന്ന് 2 മുളകോ നമ്മുടെ തക്കാളിയോ 2 പയറോ ഒക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ഭയങ്കരമല്ലേ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.